നമ്മുടെ ഓണക്കാല കൃഷിയിലെ പടവലം ഇത് പന്തലിലെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതുവരെ പന്തലിലെത്തുന്നത് വരെ നമ്മൾ ശിഖരങ്ങളൊന്നും വിട്ടിട്ടില്ല. കണ്ടോ, ഇതുപോലെ ശിഖരമൊന്നും വിടാതെ നമ്മൾ പന്തലിൻ്റെ അടുത്തെത്തുന്ന ഇവിടെ മുതലാണ് ശിഖരം വിടുന്നത്. ശിഖരം വിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ശിഖരങ്ങൾ, ഈ തല, പന്തലിലെത്തിയ തലയുടെ ആ വള്ളിയുടെ തല നമ്മൾ പൊട്ടിച്ച് കളയണം. ഇതുപോലെ പൊട്ടിച്ച് കളയണം. അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ ഇനി ശിഖരങ്ങളുണ്ടായി പടൽ കൂടുതലുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കായ്ഫലം കൂടുതൽ കിട്ടൂ. ഇതുപോലെ തല പൊട്ടിച്ച് കളയണം. ഇത് കണ്ടോ, ഇതുപോലെ പൊട്ടിച്ച് കളയണം. ഇനി അതുപോലെ തന്നെ നമ്മളിടയ്ക്ക് ചീരയിട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ പയറുണ്ട്. പയറൊക്കെ ഇപ്പം മഴക്കാലമായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ കായ്ക്കേണ്ടതാണ്. ഇപ്പോൾ പൂ കുത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് അങ്ങിങ്ങൊക്കെ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല നീളമുള്ളതും അതുപോലെ ചുമന്നതുമായ പയറുകളാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ചുവന്ന പയർ നമ്മൾ ഇങ്ങനെ അരുതോറും ഈ പടവല കൃഷിയുടെ അരികിൽ നമ്മളിങ്ങനെ 4 സൈഡിലും പടവലം നട്ടിട്ടുണ്ട്. അപ്പുറത്ത് നമുക്ക് നമ്മുടെ ചുരയ്ക്ക, കഴുത്തങ്കായ എന്ന് ഞങ്ങളെ നാട്ടിൽ പറയും. പലയിടത്തും പല പേരാണ് ഇതിന് പറയുന്നത്. ഇത് ചുരയ്ക്ക എന്നാണ് സാധാരണ എല്ലാ പ്രദേശത്തും ഉള്ള ഒരു പേര്, ചുരയ്ക്ക എന്നാണ്. അതിപ്പോൾ ഒരുവിധം നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ചുരക്ക ഇപ്പോൾ കായ്ക്കുന്ന സീസണല്ല, മഴ കഴിഞ്ഞ് വെയിൽ വരുമ്പോഴാണ് ചുരക്ക ശരിക്ക് കായ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല വിലയുള്ള സീസണാണ് ചുരക്കയ്ക്ക്. 1 കിലോയ്ക്ക് ഇപ്പോൾ 50 രൂപ വരെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സാധാരണ 20-30 രൂപയാണ് ഇതിൻ്റെ സാധാരണ വില. ഇപ്പോൾ ഇത് സീസൺ അല്ലാത്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ 50 രൂപ കിട്ടുന്നത്.